കാണാൻ നല്ല ലുക്കില്ലേ? കാണാൻ ലുക്ക് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു ക്യാരറ്റിൻ്റെ ഒക്കെ ഏകദേശം രൂപ ആയിട്ടില്ലേ? അപ്പം ഇല്ലേ, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സമൂസക്ക് മസാല ആക്കില്ലേ, ഇറച്ചിപ്പത്തിലൊക്കെ മസാല ആക്കുന്ന ചിക്കൻ റോളിലൊക്കെ ആ ഫില്ലിങ്സും ഇനി യൂസ് ആക്കാം കേട്ടോ. ഞാൻ ഏകദേശം ആ ഒരു എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫില്ലിങ്സ് ഉണ്ടാക്കൽ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ അതാട്ടോ കൂടുതൽ നല്ലത്. ഞാനിതിപ്പം കൊട്ടടക്കില്ല പീസാന്ന് എടുത്തിന്, എൻ്റെ കയ്യിൽ ബ്രസ്റ്റ് പീസ് ഉണ്ടായിട്ടില്ല. നമുക്കിത് തിളച്ച് വന്ന് വെയിറ്റ് ആക്കാം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളമില്ലേ, ഈ സ്റ്റോക്ക് കളയാൻ പാടില്ല. ഇതിലത്തെ ചിക്കനെല്ലാം ഒന്ന് നമുക്ക് മാറ്റിയെടുക്കുക, വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചിക്കനെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഇല്ലേ, ഫ്ലെയിം ഒന്ന് ഓഫാക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറില്ലേ, സാധാ റെഡ് ഫുഡ് കളർ നമ്മൾ യൂസ് ആക്കുന്ന ടേക്കറിൻ്റെ എല്ലാം ഇപ്പോൾ യൂസ് ആക്കുന്നത്. ഇത് ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു ലുക്ക് കളറ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് മിക്സായിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇല്ലേ, നമുക്ക് ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. അതിന് മുന്നേ ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയിലാക്കിയാലുണ്ടല്ല ആ സെയിം കളറ് കിട്ടൂല. ഈ അരിപ്പൊടിയിലാക്കിയാൽ നല്ല കറക്റ്റ് ഓറഞ്ച് കളർ തന്നെ കിട്ടും. ഞാൻ എൻ്റെ ആ വെള്ളമില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം വേവിച്ചില്ല, അപ്പോൾ ചിക്കൻ്റെ ആ നെയ്യ് പോലത്തെ സംഭവമെല്ലാം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പ് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടില്ല. ആ ചിക്കൻ വേവിച്ചിടുമ്പോൾ ഇല്ലേ ആ ഉപ്പന്നെ മതി, പിന്നെ ഓവറായിപ്പോൾ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂണോടെ ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെക്കാം. നല്ല ചൂടിലെ സാധനമല്ലേ, ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷമില്ലേ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കാം. ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-5 പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ജ്യൂസിൽ. അതിന് ശേഷം നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടൊരു 5 ഉള്ളിയാട്ടൊക്കെ ചെറുങ്ങനെ കട്ട് ചെയ്ത്, ഇത് ചെറുങ്ങനെയല്ല, ഇത് മടി പിടിച്ചിട്ട് എന്തെല്ലോ പോലെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയല്ല ശരിക്കും കട്ട് ചെയ്യേണ്ടത്, നല്ല നേര് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ലോ കട്ട് ചെയ്ത് വെച്ച്. ഉള്ളി പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ സാധാ സമൂസ, കരിയപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുന്ന ഫില്ലിങ്സ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കൽ. ഉള്ളി ഇങ്ങനെയല്ല മുറിക്കൽ, ഇത് ഇന്നും മടിയായതുകൊണ്ട് ഇങ്ങനെ മുറിച്ചതാണ്. ഉള്ളിയിൽ ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്നില്ലേ, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി പച്ചവളം ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിൻ്റെ ആ കുറച്ചൊരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരട്ടെ. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്തോ, ഞാൻ ഇപ്പോൾ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുമല്ലോ. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കനില്ലേ, അതിങ്ങനെ ചെറിയ രീതിയിൽ അതിൻ്റെ കൊട്ടെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ കുറേയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പച്ചോളം നല്ല എരിവുണ്ട്. അതിനപ്പം അത്യാവശ്യം മസാല ഭയങ്കര ഇങ്ങനെ എരിവായിട്ടേ ഉള്ളത്. അപ്പം ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടു. അത് അവരവരുടെ ഇഷ്ടത്തിന്. ചിലയൊക്കെ പച്ചമുളകിൻ്റെ എരിവെങ്കിൽ അവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ എരിവാണെങ്കിൽ പച്ചമുളക് കുറച്ചിട്ടില്ലേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ മസാല ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. അതിന് ശേഷം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ മല്ലിയിലുണ്ടല്ലോ, അതിങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം. ഇത് നേരത്തെ നമ്മൾ പത്തിൻ്റെ പുട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഷേപ്പ് ആയിട്ടെല്ലാം എടുക്കാനുണ്ട്.
ഇത് ഓറഞ്ച് കളർ കൂട്ടിയിട്ട് എന്തൊരു പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പോട്ട് എപ്പെങ്കിലും ഉണ്ടാക്കുന്നില്ലേ, എപ്പോൾ ഉണ്ടാക്കുന്നില്ലല്ലോ. പ്രസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അമർത്തി നമ്മൾ സാധാ പത്തിലിടുന്ന പോലെ തന്നെ അങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. സാധാ കൊണ്ടയിലുണ്ടാക്കില്ല നമുക്ക് കടല അങ്ങനത്തേലും മൈലാഞ്ചിൻ്റെ കവർ ഉണ്ടാക്കില്ല, അതുപോലത്തെ ഒരു ഇങ്ങനെ കൊണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചു കൊടുക്കണേ. ഇതൊന്ന് പറ്റിച്ചതിന് ശേഷം ഇനിയിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഒന്ന് കുത്തി താത്ത് കൊടുക്കുക. നല്ല താത്ത് കൊടുക്കണേ. ഞാൻ ആദ്യത്തെ ഓവർ ഇട്ടേരം തന്നെ എൻ്റെ ഈ കൊണ്ടൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. നല്ലവണ്ണം മതി. പിന്നെ ഓവർ കുത്തി താക്കണം എന്നില്ല. ഞാനിപ്പം ഉണ്ടാക്കി വെച്ചതെല്ലാം പകുതി വരെ ഉണ്ടായിട്ടു. പിന്നെ അത് ഫ്രൈ ആയി വരുമ്പം സാധാ എല്ലായിടത്തും ഒരുപോലെ ആകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ആദ്യമൊക്കെ എല്ലാം ഇങ്ങനെ കുത്തിത്താക്കാൻ നോക്കി. പൊട്ടിയതിനും പിന്നെ ഞാൻ മാറ്റിയതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ മോമോസൊക്കെ മടക്കിയെടുക്കൂലേ, അതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അടലെല്ലാം ഒന്ന് പറ്റിച്ചു കൊടുത്തില്ല, മസാലയിലും പുറത്ത് പോകും. ജസ്റ്റ് ഏകദേശം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ക്യാരറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തു. തോട്ടയും പൊട്ടിയൊക്കെ കണ്ടില്ലെങ്കിൽ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അങ്ങനെ ചെറിയ പുട്ടി, ആ പത്തിലെ പുട്ടി യൂസാക്കിയിട്ട് തന്നെ ഞാനങ്ങനെ ഒരു 4-5 എണ്ണ ആക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റൊന്നാട്ടോ ഫ്രൈ ചെയ്തെടുത്ത് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിനി. കൂടുതൽ സമയമൊന്നും വെക്കണ്ട, കുറച്ച് സമയം ഒരു മീഡിയം ടു ഹൈ ടു മീഡിയം അങ്ങനെ വെച്ചാൽ മതി. പെട്ടെന്നൊന്നും കളർ മാറില്ല. തീ നല്ലോണം കൂട്ടിയെങ്കിൽ മാത്രമേ കളർ മാറും. ഇതിപ്പം ഞാൻ ആദ്യത്തെ ഒന്ന് പേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ട് വേയാക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 മിനിറ്റ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇട്ടിട്ട്, പക്ഷേ എണ്ണ ഒന്ന് മുക്കി പൊരിഞ്ഞിട്ടുണ്ടാവണം, എന്നാലും എല്ലായിടത്തും ഇങ്ങനെ ബാക്കിയില്ലെല്ലും പൊരിച്ചിട്ടെടുക്കാം കേട്ടോ. അത് ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ ഒരിക്കൽ മാത്രം പൊരിച്ചെടുത്ത്. കളർ ഉണ്ടല്ലേ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. ഓവർ കത്താനും നിൽക്കണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിട്ടോ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ചൂടെടുത്ത് കുറച്ച് ഒന്ന് ആറിക്കഴിഞ്ഞതില്ലേ ഇതുപോലെ നമ്മളെ ക്യാരറ്റ്, ഫ്രഷ് ക്യാരറ്റിന് കല്ലതിൻ്റെ അല്ലേ, അതുപോലെ ഇലയല്ല ഇല, അതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് കുത്തി കൊടുക്കാം. അപ്പം നോക്കിയേ ഏകദേശം ഒരു ക്യാരറ്റിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഞാൻ പെർഫെക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലൊരു വെറൈറ്റി അല്ലേ. എപ്പോൾ ഒരുപോലെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഇത് ഈസിയും തന്നെ. സമൂസൻ്റെ പണിയൊന്നുമില്ല. സമൂസ പരത്തണം, മുട്ടിക്കണം, അങ്ങനത്തെ പണിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ്സിലൊന്ന് നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം മതിയല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പിള്ളേരെ പറ്റിക്കാനും ഇങ്ങനത്തേലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കളറ് ചേർക്കൽ അത്ര ബുദ്ധിമുട്ടെങ്കിൽ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാൻ പിന്നെ വീഡിയോയിൽ എടുക്കുന്നുണ്ടാട്ടോ കളറ് ചേർത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണം. കാര്യം പറയാണ്ട് അധികം ഇല്ലേ എൻ്റെ വീഡിയോ കാണുന്ന എനിക്കറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഓക്ക് ഒന്ന് കിട്ടിക്കൂടാന്നില്ല അറിഞ്ഞും കൊണ്ട് ഈ ലൈക്കും കമൻറ്റും ഇടാത്ത ആൾക്കാരുണ്ടല്ലോ, അവരോട് എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാൽ ഓക്കെ.